ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെയും മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ അടുത്ത ദിവസത്തെ എക്സാമായ ഇൻ്റഗ്രേഷൻ അഥവാ കൂട്ടുകാരുടെ ഉത്കൃതനം എന്ന പരീക്ഷയുടെ പരീക്ഷാ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് ഉത്കൃതനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളം അഥവാ നമ്മുടെ കേരള പാഠാവലി ടെക്സ്റ്റ് പുസ്തകവുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാം ആണ് അല്ലേ. അപ്പോൾ 2 ദിവസങ്ങളിലായിട്ടാണ് നമുക്ക് ഈ ഒരു എക്സാം ഉണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ എൻ്റെ മക്കളെ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. വീഡിയോ കണ്ടതിന് ശേഷം എക്സാം ഈസി ആയിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി നമ്മുടെ കമൻറ്റിൽ പറയാനായിട്ട് മറക്കരുതേ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ വേഗം മക്കളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. നമ്മുടെ ആദ്യത്തെ പ്രവർത്തനം നോക്കിക്കുക മക്കളെ, വരികൾ കൂട്ടിച്ചേർക്കാം എന്നതാണ്. അവിടെ നമുക്ക് കുറേ പഴങ്ങളെ കുറിച്ചിട്ടുള്ളൊരു പാട്ടാണ് തന്നിട്ടുള്ളത്. അപ്പം ഇത്തരത്തിലൊരു ചോദ്യം നമ്മുടെ എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നോക്കിക്കുക മക്കളെ, പേരക്ക പേരക്ക പച്ച നിറത്തിൽ പേരക്ക പേരമരത്തിൽ പേരക്ക. പേരക്കയെക്കുറിച്ച് തന്നിട്ടുള്ള പാട്ട് ഇഷ്ടമായ കൂട്ടുകാരെ ഒന്നുകൂടി നോക്കിക്കേ. പേരക്ക പേരക്ക പച്ച നിറത്തിൽ പേരക്ക പേരമരത്തിൽ പേരക്ക. ഇനി അടുത്ത നോക്കിക്കേ മക്കളെ, നാരങ്ങ നാരങ്ങ പച്ച നിറത്തിൽ നാരങ്ങ നാരകത്തിൽ നാരങ്ങ. കണ്ടോ, പേരക്കയെക്കുറിച്ചും അതുപോലെ തന്നെ നാരങ്ങയെക്കുറിച്ചുമാണ് നമുക്കവിടെ തന്നിട്ടുള്ളത് അല്ലേ. ഇനി നമുക്ക് ആരുടെയൊക്കെ ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്? നെല്ലിക്കയുണ്ട്, പിന്നെ അതുപോലെ തന്നെ ചാമ്പക്കയുണ്ട് അല്ലേ. ഇവരുടെ ചിത്രവുമാണ് തന്നിട്ടുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അവരെക്കുറിച്ച് നേരത്തെ തന്ന പോലെ പാട്ട് എഴുതണം. അപ്പം നോക്കിക്കേ മക്കളെ, ആദ്യം നമ്മൾ പേരക്കയെ കുറിച്ചിട്ട് അതിൻ്റെ നിറവും അതുപോലെ തന്നെ അതിൻ്റെ മരത്തിൻ്റെ പേരും വെച്ചിട്ടല്ലേ എഴുതിയത്. അതുപോലെ തന്നെ നാരങ്ങയുടെ നിറവും അതുപോലെ അതിൻ്റെ മരത്തെക്കുറിച്ചുമാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യണം, ആ പഴത്തിൻ്റെ പേരും അതിൻ്റെ നിറം ഏതാ എന്നുള്ളതും മരത്തിൻ്റെ പേരും വെച്ചിട്ട് എഴുതിയാൽ പോരെ മക്കളെ. ഈസി അല്ലേ. നമുക്കിപ്പം തന്ന പോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ നോക്കിക്കേ, നമുക്ക് നെല്ലിക്കയെക്കുറിച്ച് എഴുതാം. നെല്ലിക്ക നെല്ലിക്ക പച്ച നിറത്തിൽ നെല്ലിക്ക നെല്ലിമരത്തിൽ നെല്ലിക്ക. കണ്ടോ മക്കളെ, അവിടെ നമുക്ക് പേര് മാത്രം മാറ്റാനേ ഉള്ളൂ, പേരും മരത്തിൻ്റെ പേരും അല്ലേ. പേരയ്ക്ക എന്ന് മാറ്റിയിട്ട് നമ്മൾ നെല്ലിക്ക എന്നാക്കി, പേരമരത്തിൽ എന്ന് മാറ്റിയിട്ട് നെല്ലിമരത്തിൽ എന്നാക്കി. അവിടെ ചെറിയൊരു മാറ്റം മാത്രമേ വന്നിട്ടുള്ളൂ. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കാം മക്കളെ, ചാമ്പക്ക ചാമ്പക്ക റോസ് നിറത്തിൽ ചാമ്പക്ക ചാമ്പമരത്തിൽ ചാമ്പക്ക. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെ മക്കളെല്ലാവരും എഴുതുമല്ലോ. ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം. പച്ചക്കറികൾ. താഴെ കൊടുത്ത പച്ചക്കറികളെ തരംതിരിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കവിടെ ഒരുപാട് പച്ചക്കറികളുടെ പേരുകൾ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവയെ തരംതിരിക്കണം. എങ്ങനെയൊക്കെയാണ് തരംതിരിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് താഴെ തന്നിട്ടുണ്ട് അല്ലേ. ഇലകൾ, കായ്കൾ, മറ്റിനങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ തന്നിട്ടുള്ള പച്ചക്കറികളെ തരംതിരിച്ച് എഴുതേണ്ടത്. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അവിടെ തന്നിട്ടുള്ള പച്ചക്കറികളുടെ പേരുകൾ നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. അതിനുശേഷം എന്ത് ചെയ്യാം, അവ ഓരോന്നും ഏതിലാണ് ഉൾപ്പെടുന്നത് എന്നുള്ളത് ചർച്ച ചെയ്യുക അല്ലേ. നോക്കിക്കേ മക്കളെ, ആദ്യം നമുക്ക് തന്നിട്ടുള്ളത് ഏതാണ്, വായിച്ച് നോക്കിക്കേ. വാഴക്കൂമ്പാണ് തന്നിട്ടുള്ളത് അല്ലേ. ഏതാണ്, വാഴക്കൂമ്പാണ് തന്നിട്ടുള്ളത്. പിന്നെ ഏതാണ് നമുക്ക് തന്നിട്ടുള്ളത്, യെസ്, ഇഞ്ചിയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ വാഴക്കൂമ്പ് അതുപോലെ തന്നെ ഇഞ്ചി അല്ലേ. ഇനി നോക്കിക്കേ, ഏതാണ്, പച്ചമുളക്, വെള്ളരി, കുമ്പളങ്ങ, വാഴപ്പിണ്ടി, മല്ലിച്ചപ്പ്, മുരിങ്ങക്കായ, മത്തൻ, മുരിങ്ങയില, ചേന, ചീര, കറിവേപ്പ്, പടവലം, വെണ്ട. ഇത്രയും പച്ചക്കറികളുടെ പേരുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ മക്കളെ, ഇനി ഇതുവരെ എങ്ങനെയൊക്കെയാണ് നമുക്ക് തരംതിരിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്? ഇലകൾ, കായ്കൾ, അതുപോലെ മറ്റിനങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് തരംതിരിക്കേണ്ടത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പം നോക്കിക്കേ, ഇതിൽ ഏതൊക്കെയാണ് മക്കളെ ഇലകളുള്ളത്, ഏതൊക്കെയാണ് പറഞ്ഞേ. നമുക്കറിയാം, മല്ലിച്ചപ്പ് എന്താണ്, ഇലകളാണ്. ചീര ഇലയാണ്, കറിവേപ്പ് ഇലയാണ്, മുരിങ്ങയില ഇലയാണ്. ഇതൊക്കെ എന്താണ് മക്കളെ, ഇലകളുടെ കൂട്ടത്തിൽ പെട്ടതാണ് അല്ലേ മക്കളെ. അപ്പം ഇങ്ങനെയാണ് തരംതിരിച്ച് എഴുതേണ്ടത് കേട്ടോ. നോക്കിക്കേ മക്കളെ, ഇലകളിൽ മല്ലിച്ചപ്പ്, മുരിങ്ങയില, ചീര, കറിവേപ്പില. അപ്പം മക്കൾ ഓർത്തിരുന്നോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇതുപോലെയുള്ളൊരു ക്ലാസിഫിക്കേഷൻ നമുക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്.
ഓക്കെ, ഏതെങ്കിലും ഒരു ദിവസത്തെ എക്സാമിന് നമുക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പം ഇലകളുടെ പേരുകൾ പഠിച്ചിരിക്കുക. മല്ലിച്ചപ്പ്, മുരിങ്ങയില, ചീര, കറിവേപ്പില. ദെൻ കായ്കൾ ഏതൊക്കെയാണ് വരുന്നത്? പച്ചമുളക്, വെള്ളരി, കുമ്പളങ്ങ, മുരിങ്ങക്കായ, മത്തൻ, പടവലം, വെണ്ട തുടങ്ങിയവയൊക്കെ എന്താണ് മക്കളെ? കായകളാണ് അല്ലേ. ഇനി മറ്റിനങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കോളുണ്ട്. അവിടെ നമുക്ക് എന്തൊക്കെ ഉൾപ്പെടുത്താം? വാഴക്കൂമ്പ്, ഇഞ്ചി, വാഴപ്പിണ്ടി, ചേനയൊക്കെ എന്താണ് മക്കളെ? മറ്റിനങ്ങളിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? അപ്പം ഇത്തരത്തിലുള്ള ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും നന്നായിട്ട് ഓർത്തിരിക്കുക. ഇനി നമുക്കവിടെ മറ്റൊരു ചോദ്യമുണ്ട്. നമ്മുടെ പാഠഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, പൗഡർ പൂശി നടക്കുന്ന പച്ചക്കറിയെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പൗഡർ പൂശി നടക്കുന്ന പച്ചക്കറി ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ് മക്കളെ? ആരാണ്? യെസ്, നമ്മുടെ കുമ്പളങ്ങയാണല്ലേ. നമ്മുടെ കുമ്പളം പൗഡർ പൂശി നടക്കുന്നത് ആരാണ്? കുമ്പളങ്ങയാണ്. ഇനി അടുത്തൊരു ചോദ്യം നോക്കിക്കേ. കറിക്ക് രുചിയും മണവും കിട്ടാൻ ഉപയോഗിക്കുന്ന ഇലയുടെ പേരെഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കറിക്ക് രുചിയും മണവും കിട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് കറിവേപ്പ് ഉപയോഗിക്കില്ല. ഏതാണ് മക്കളെ? കറിവേപ്പ് നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്നതാണല്ലേ. മക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അമ്മമാരൊക്കെ ഉപയോഗിക്കുന്നത് കറിവേപ്പൊക്കെ നമ്മൾ എന്തിനാണ് കറിയിലിടുന്നത്? കറിവേപ്പ്, അതുപോലെ തന്നെ മല്ലിച്ചപ്പൊക്കെ നമ്മൾ കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റും അതുപോലെ തന്നെ സ്മെല്ലൊക്കെ കിട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇലകളാണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇലകളുടെ പേരുകൾ നിർബന്ധമായിട്ട് മക്കൾ പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമ്മുടെ അടുത്ത പ്രവർത്തനത്തിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് മിസ്സിൻ്റെ ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ 1 മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കൂട്ടുകാർക്ക് ഓൺലൈൻ ട്യൂഷൻ, അതായത് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ വേഗം തന്നെ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ആദ്യം ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് മന്ത്ലി വെറും 100 രൂപ മാത്രമാണ് ഫീ വരുന്നത്. അപ്പോൾ വേഗം തന്നെ എന്ത് ചെയ്യുക? നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ ഒത്തിരി കൂട്ടുകാർ പറയുന്നുണ്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഏതെങ്കിലും കൂട്ടുകാർക്ക് കോൾ ചെയ്ത സമയത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്തിടുക കേട്ടോ. മിസ് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം നോക്കിക്കുക മക്കളെ, നമ്മൾ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾക്ക് പുറമേ ആയിട്ട് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അതേ സെയിം എമൗണ്ടിൽ തന്നെയാണ് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലൂടെ കൂട്ടുകാർക്ക് ഇംഗ്ലീഷ് വായനയും എഴുത്തും ഇംഗ്ലീഷ് ഗ്രാമറും അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാനൊക്കെ കൂടുതൽ ഈസി ആയിരിക്കും. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ വേഗം നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ LKG UKG ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു കൂട്ടുകാർക്കുള്ള ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ LSS ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ, അതായത് അടുത്ത വർഷത്തെ LSS എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മളിതാ ക്ലാസ് ഫസ്റ്റിൽ തന്നെ അടുത്ത അധ്യയന വർഷം തുടക്കത്തിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു ക്ലാസ് മാത്രം ആവശ്യമായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിലും നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഇനിയിപ്പോൾ അതൊന്നുമല്ല, നിങ്ങൾക്ക് ഇംഗ്ലീഷും മലയാളം അതുപോലെ തന്നെ മാത്സിൻ്റെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് മലയാളത്തിൽ എഴുതാനും വായിക്കാനൊക്കെ കുറച്ച് പ്രയാസമുള്ള ആളുകളാണ്, അതുപോലെ തന്നെ മാത്സിൻ്റെ കാര്യത്തിലും കുറച്ച് പ്രയാസമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്കായിട്ട് നമ്മളൊരു സ്പെഷ്യൽ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക? വേഗം നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കരുത്. എല്ലാ കോഴ്സുകൾക്കും വളരെ ചെറിയൊരു ഫീ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക? ഈ അവസരം മിസ്സാക്കാതെ വേഗം തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമ്മുടെ അടുത്തൊരു ചോദ്യത്തിലോട്ട് പോകാം. നന്നായി വളരാൻ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇത് നമ്മൾ മുന്നേ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ട കൂട്ടുകാർക്ക് ഈസി ആയിട്ട് ഈ ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ പറ്റും. നോക്കിക്കേ മക്കളെ, നല്ല ആരോഗ്യത്തിന് നാം കഴിക്കേണ്ട ആഹാര സാധനങ്ങൾക്ക് സ്മൈലി വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, ഏതൊക്കെയാണ്? അവിടെ നമുക്ക് പാൽ തന്നിട്ടുണ്ട്, പിന്നെ ഫ്രൂട്ട്സ് അല്ലേ, പഴങ്ങൾ തന്നിട്ടുണ്ട്, ഐസ്ക്രീം തന്നിട്ടുണ്ട്, വെജിറ്റബിൾസ് പച്ചക്കറികൾ തന്നിട്ടുണ്ട്, ഷവർമ തന്നിട്ടുണ്ട്, ഗോതമ്പ് അരി തുടങ്ങിയിട്ടുള്ള ധാന്യങ്ങൾ തന്നിട്ടുണ്ട്, പിന്നെ ഇറച്ചി മത്സ്യം അല്ലേ, മീനൊക്കെ തന്നിട്ടുണ്ട്. അതിലേതാണ് മക്കളെ നല്ല ആരോഗ്യത്തിന് വേണ്ടി നാം കഴിക്കേണ്ട സാധനങ്ങൾ ഏതൊക്കെയാണ്? യെസ്, പാല് നമ്മൾ കഴിക്കണം, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കണം, പിന്നെ ഐസ്ക്രീം കഴിക്കാൻ പാടുണ്ടോ? പാടില്ല. ദെൻ വെജിറ്റബിൾസ് പച്ചക്കറികൾ നമ്മൾ കഴിക്കണം. ഷവർമ കഴിക്കാൻ പാടുണ്ടോ മക്കളെ? നല്ല ആരോഗ്യത്തിന് കഴിക്കേണ്ട ഒരു സാധനമല്ല ഷവർമ എന്ന് പറയുന്നത്. പിന്നെ അരിയും ഗോതമ്പ് പോലെയുള്ള ധാന്യങ്ങൾ നമ്മുടെ നല്ല ആരോഗ്യത്തിന് കഴിക്കണം. അതുപോലെ തന്നെ ഇറച്ചി മുട്ട തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ നല്ല ആരോഗ്യത്തിനായിട്ട് നാം കഴിക്കേണ്ട ഒന്നാണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എൻ്റെ മക്കൾ എല്ലാവരും അറ്റൻഡ് ചെയ്യും എന്നുള്ളത് മിസ്സിന് അറിയാം. അതിൽ തന്നെ നമുക്ക് മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. കൂട്ടത്തിൽ പെടാത്തതിനെ വട്ടത്തിലാക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കേ മക്കളെ, നമുക്ക് പഴം, പൈനാപ്പിൾ, ബർഗർ, ആപ്പിൾ, ക്യാരറ്റ് ആണ് തന്നിട്ടുള്ളത്. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാ മക്കളെ?
യെസ്, ഏതാണ് പറഞ്ഞേ? വേഗം കമൻറ്റിൽ പറഞ്ഞേ. നമ്മുടെ ബർഗറാണ് കൂട്ടത്തിൽ പെടാത്തത്. ഏതാണ്? ബർഗറാണ് കൂട്ടത്തിൽ പെടാത്തത് അല്ലേ? ബാക്കിയെല്ലാം നമ്മുടെ നല്ല ആരോഗ്യത്തിനായിട്ട് വേണ്ട സാധനങ്ങളാണ്, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെയാണ്. പക്ഷേ ബർഗർ നമ്മുടെ നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം അല്ല. ഓക്കെ, ക്ലിയർ? ഇനി അടുത്തൊരു ചോദ്യം നോക്കിക്കേ മക്കളെ. അപ്പുവിൻ്റെ ഡയറി. ഞാൻ മുത്തശ്ശൻ്റെ വീടിന് അടുത്തെത്തി. വീടിന് മുന്നിൽ ഒരുപാട് ആളുകൾ. മുത്തശ്ശിയെ ജീപ്പിലേക്ക് കയറ്റുന്നത് കണ്ടു. മുത്തശ്ശനെ കയറ്റുമ്പോൾ കാല് ജീപ്പിൽ തട്ടി. എൻ്റെ കാലേ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ കരഞ്ഞു. ഞാൻ ജയിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഓടിപ്പോയി. എനിക്കൊന്നും മനസ്സിലായില്ല. നോക്കിക്കേ മക്കളെ, ഇത് നമ്മുടെ അപ്പു ഒരു ദിവസം എഴുതിയിട്ടുള്ള ഡയറിയാണ് അല്ലേ? അന്നത്തെ ദിവസത്തിലുണ്ടായിട്ടുള്ള സംഭവം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അപ്പു ഡയറി എഴുതിയിട്ടുള്ളത്. നമ്മളെല്ലാവരും എല്ലാ ദിവസവും ഡയറി എഴുതുന്ന നല്ല മിടുക്കന്മാരായിട്ടുള്ള കുട്ടികളാണ് അല്ലേ? ഓക്കെ മക്കളെ, എങ്കിൽ നിങ്ങളുടെ അടുത്ത ചോദ്യവും അത് തന്നെയാണ്, മക്കളുടെ ഒരു ഡയറി എഴുതാനായിട്ട്. ചോദ്യം നോക്കിക്കേ. അപ്പുവിൻ്റെ ഡയറി വായിച്ചല്ലോ. ഇന്നലത്തെ കാര്യങ്ങൾ ചേർത്ത് നിങ്ങളുടെ ഡയറി എഴുതൂ, ചിത്രവും വരയ്ക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ എക്സാമിന് ഷുവറായിട്ട് നമുക്ക് ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ് ഡയറി എഴുതാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഡയറി എഴുതുന്ന നല്ല മിടുക്കന്മാരായിട്ടുള്ള കൂട്ടുകാരാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രയാസമൊന്നുമില്ലാതെ കൂട്ടുകാർക്ക് ഡയറി എഴുതാവുന്നതാണ്. അപ്പോൾ നോക്കിക്കേ മക്കളെ, എൻ്റെ ഡയറി എന്ന് പറഞ്ഞിട്ട് മക്കൾക്ക് അവിടെ തന്നിട്ടുണ്ട്. മക്കൾ എന്ത് ചെയ്യുക? തലേ ദിവസം നടന്നിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട്, സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ പോയതും കൂട്ടുകാരുമൊത്ത് കളിച്ചതും സ്കൂളിലുണ്ടായിട്ടുള്ള പ്രധാന കാര്യങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് മക്കൾ ഡയറി എഴുതണം. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യണം മക്കൾ? ഒരു ചിത്രവും വരയ്ക്കണം. മനസ്സിലായോ മക്കളെ? സ്കൂളിലാണെങ്കിൽ സ്കൂളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സ്കൂളിലെ ചിത്രം വരയ്ക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ചിത്രം വരയ്ക്കുക. ഓക്കെ, ക്ലിയർ? അപ്പോൾ എന്ത് ചെയ്യുക മക്കൾ? നിർബന്ധമായിട്ടും നിങ്ങളുടെ എക്സാമിന് പോകുന്ന ദിവസം തലേ ദിവസത്തെ ഡയറി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസത്തെ ഡയറി എഴുതി പഠിച്ച് പോയാൽ നന്നായിരിക്കും. നമുക്ക് ഷുവറായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പിന്നെ ഡയറി എഴുതുന്ന സമയത്ത് മുകളിൽ മക്കൾ എന്ത് എഴുതണം മക്കളെ? ആ ഡേറ്റും അതുപോലെ തന്നെ ദിവസവും എഴുതണം. അത് മറക്കാതെ എഴുതണം കേട്ടോ. ഡേറ്റ് എഴുതുക, അതുപോലെ ഏത് ദിവസമാണ് എന്നുള്ളതും എഴുതുക. ഓക്കെ മക്കളെ, അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നല്ലോ. ആണെങ്കിൽ വേഗം നമ്മുടെ കമൻറ്റ് ബോക്സ് പറഞ്ഞേ. ഇനിയും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യൂ കേട്ടോ. അപ്പോൾ എൻ്റെ മക്കൾ എല്ലാ ക്ലാസ്സും കണ്ടിട്ട് എന്ത് ചെയ്യുക? അടുത്ത ദിവസത്തിൽ നിങ്ങളുടെ എക്സാം നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്തിട്ട് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. പിന്നെ എക്സാം ഈസി ആയിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മുടെ കമൻറ്റ് ബോക്സ് പറയാം കേട്ടോ മക്കളെ. ഓക്കെ, അപ്പം നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.